ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം ഒന്ന് സത്യസന്ധതയും മര്യാദയും, രണ്ട് ജനങ്ങളോടുള്ള അടുപ്പം, ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധത, മൂന്ന് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജ്ഞാനം വളർത്തൽ. കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പ്രഭാഷകനും എഴുത്തുകാരനുമായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ 27ാം ചരമവാർഷിക ദിനമാണ് മാർച്ച് 19. മലയാളിക്ക് രാഷ്ട്രീയത്തിൻ്റെയും ധൈഷണികതയുടെയും മൂന്നക്ഷരമായിരുന്നു EMS. ലോകത്തിൽ ആദ്യമായി ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായും മാറിയ അദ്ദേഹം ജീവിതത്തെയും സമൂഹത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് ദാർശനികനായിരുന്നു. മാർക്സിസം ലെനിനിസത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വ്യാഖ്യാനിക്കാൻ EMSനോളം സംഭാവന നൽകിയ മറ്റൊരാളുമില്ല. സഖാവ് EMSൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇന്ത്യൻ സാഹചര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. സാർവദേശീയ തലത്തിൽ ഇടതു മുന്നേറ്റങ്ങളെയും മറ്റ് രാഷ്ട്രീയ മുന്നേറ്റങ്ങളും സസൂക്ഷ്മം വിലയിരുത്തി അവ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ സഖാവ് EMSന് സാധിച്ചു. സാർവദേശീയ പ്രശ്നങ്ങൾ വിലയിരുത്തുകയും അവയോട് ഐക്യപ്പെടുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന പ്രവണതയിലേക്ക് ഇന്നത്തെ മലയാളി എത്തിയിരിക്കുന്നതിൽ കടപ്പെട്ടിരിക്കുന്നത് EMSനോടാണ്. 1957 ഏപ്രിൽ 5-നാണ് EMS മന്ത്രിസഭ കേരളത്തിൽ ഭരണമേറ്റത്. പല സാമൂഹ്യ മാറ്റങ്ങൾക്കും വഴിമരുന്നിട്ട EMS സർക്കാരിൻ്റെ നയങ്ങളും പരിപാടികളും ഇന്നും ചർച്ചാ വിഷയമാണ്. കാരണം ആ ഒന്നാം EMS സർക്കാർ നൽകിയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസന മുന്നേറ്റം ലോകത്തിനാകെ മാതൃകയായി ഇന്നും നിലകൊള്ളുന്നത്. ആദ്യ EMS മന്ത്രിസഭയുടെ ഏറ്റവും വലിയ നേട്ടം കാർഷിക ബന്ധ ബില്ലും വിദ്യാഭ്യാസ ബില്ലും പാസാക്കിയതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടർന്നു പോന്ന ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾക്ക് കേരളത്തിൻ്റെ കാർഷിക ബിൽ ദിശാസൂചകമായി. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനം നിയന്ത്രിക്കുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ മാനേജ്മെൻറ്റുകളുടെ മേധാവിത്വം അവസാനിപ്പിക്കുന്നതിനുമാണ് വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നത്. അധികാര വികേന്ദ്രീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ നടപടികളും EMS മന്ത്രിസഭ കൈക്കൊള്ളുകയുണ്ടായി. പ്രാദേശിക വികസന പരിപാടികളിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുതകുന്ന പരിഷ്കാരങ്ങൾ എങ്ങനെ നടപ്പിലാക്കാമെന്നതിൻ്റെ ആലോചന ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകൃതമാകുന്നത്. മുഖ്യമന്ത്രി അധ്യക്ഷനായ പ്രസ്തുത കമ്മീഷനിൽ മുഖ്യമന്ത്രിയെ കൂടാതെ 6 അംഗങ്ങൾ കൂടിയുണ്ടായിരുന്നു. 1957 ആഗസ്റ്റ് 15-ന് രൂപീകരിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ 1958 ജൂലൈ 26-ന് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഭരണരംഗത്ത് ഒരു നിശബ്ദ വിപ്ലവത്തിന് വഴിയൊരുക്കുന്ന നിർദ്ദേശങ്ങളായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. സംസ്ഥാന ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ പഞ്ചായത്തുകൾ ആയിരിക്കണമെന്നതായിരുന്നു കമ്മീഷന്റെ ഏറ്റവും പ്രധാന നിർദ്ദേശം. അതിനു മുകളിൽ താലൂക്ക് തലത്തിൽ ഒരു ഉപദേശക സമിതിയും ജില്ലാതലത്തിൽ ജില്ലാ കൗൺസിലുകളും സംഘടിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കമ്മീഷൻ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കേരള പഞ്ചായത്ത് ബില്ലും ജില്ലാ കൗൺസിൽ ബില്ലും നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം അധികാരം ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ആദ്യ ശ്രമമായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്ത് ബിൽ. തദ്ദേശ സ്ഥാപനങ്ങളെന്ന അന്നുവരെ പ്രചാരത്തിലിരുന്ന പദത്തിനു പകരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന പദമാണ് പഞ്ചായത്ത് ബില്ലുകളിലും ജില്ലാ കൗൺസിൽ ബില്ലുകളിലും ഉപയോഗിച്ചത്. ബില്ലുകൾ പാസാക്കുന്നതിന് മുമ്പ് നിയമസഭ പിരിച്ചുവിടുകയുണ്ടായി. എങ്കിലും ബില്ലുകളിലെ വ്യവസ്ഥകൾ അവ എത്രമാത്രം പുരോഗമനപരവും വിപ്ലവകരവുമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. താർക്കികന്മാർക്കിടയിലെ മാർക്സിസ്റ്റും മാർക്സിസ്റ്റുകൾക്കിടയിലെ താർക്കികനുമായിരുന്നു EMS എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല. കുട്ടിക്കാലത്ത് വർഷങ്ങൾ നീണ്ട അധ്യയനത്തിലൂടെ സ്വായത്തമാക്കിയ സംവാദ മികവ് പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ വിജയകരമായി പ്രയോഗിക്കുന്നതിൽ അദ്ദേഹം വിജയം കണ്ടു. എതിരാളികൾക്കൊരിക്കലും കീഴടക്കാൻ സാധിക്കുന്ന നേതാവായിരുന്നില്ല സഖാവ് EMS. നവലിബറൽ നയങ്ങൾക്കും ബദൽ തീർത്തുകൊണ്ട് ജനപക്ഷ വികസനമൊരുക്കിക്കൊണ്ടുമുള്ള കേരളത്തിൻ്റെ പ്രയാണം EMS കാട്ടിയ വഴിയിലൂടെ തന്നെയാണ്. നവകേരളത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ സഖാവ് EMSൻ്റെ ഉജ്ജ്വല സ്മരണ നമുക്ക് കരുത്താകും.